അവിടെ അല്ല വറപ്പത്താണേ. ആ കുളത്തിനകത്ത് വെള്ളമായില്ലേ? എല്ലാം തോന്നുന്നു. അമ്മ ഇവിടെ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഇന്ന് ഓസിനകത്ത് ആ അമ്പലത്തിൽ പള്ളി കുറേ ആയല്ലോ. എന്നാന്ന് പറഞ്ഞാൽ മേടിച്ചോണ്ടില്ല. ആ ശാംഭവി നാരായണി പ്രവ്യം മാമൻ്റെ അടുത്താണ്. ശ്യാമളമ്മയുണ്ട്, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാനാണ് താല്പര്യം. അധികം വെള്ളം വന്നില്ലെങ്കിലും മഴ പെയ്തുകൊണ്ട് ആറൊക്കെ നല്ല പച്ചപ്പായി. ഒരുപാട് വണ്ടികൾ പള്ളി വന്നതല്ലേ. പോലെ വെള്ളിയാഴ്ചയല്ലേ? വണ്ടി ഇരിക്കുന്ന സാറേ, എന്നാ സാറേ? നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു. അതായത് 6 വണ്ടി ഇപ്പൊ കയറിയത് ഏത് ചമ്മച്ചി കളിക്കാൻ കൊണ്ടുപോകും. മണ്ണുള്ള മണിയാണ്ടോ അല്ലേ? ബിജു അവരെത്തി. അവര് ഇന്നലെ ആള് 7:00 ആ ഉണ്ട്. ആ രണ്ടുണ്ട്. ആ രണ്ട് പോയി. ആ മഴയൊക്കെ പെയ്തിട്ടുണ്ടോ? വെള്ളമില്ല. ഇറങ്ങി വെയിലടിച്ചാൽ മതി. മറ്റേ പുള്ളി സിബി വന്നു വിടുന്നുണ്ട്.
ടാറ്റാ. കിടന്നുറങ്ങിക്കോ. കോഴി ഭയങ്കര അലമ്പ്. ഞാൻ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. അല്ലേ കടുക്കളെ കയറി ഇരുന്നുണ്ട് കാണിക്കുന്ന പണി. ഇവിടെ ഒരു തലവേദന, ഇവിടെ ഒരു വേദന. ഇന്ന് പിന്നെ ഒരിടത്തും പോകണ്ടായിരുന്നു. ഞാനൊരിടത്തും പോകുന്നില്ലെന്ന് വെച്ചു. മടുത്ത് എന്നും ഈ പോക്കോട് പോക്ക്. ഉറങ്ങി കിടക്കുന്ന പട്ടീനെ വിളിച്ച് ഉണർത്തിയിട്ട് പിന്നെ കുരപ്പിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് വീട്ടിൽ പോവാം. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാൾ. അങ്ങനെ ബെഡ് വന്നു. അതിപ്പോൾ വരുമെന്ന് നിർത്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് വരെ ഉച്ച തൊട്ട് ഓക്കെ ഇരിക്കുക. എങ്ങനെ ഞാൻ എടുക്കും? പറയൂ നാട്ടാരെ. അയ്യോ, എങ്ങനെയാലും കൊണ്ടുപോവാം. അത് നിനക്ക് എന്തെന്നാടേ? ആരും വന്നു കഴിഞ്ഞാൽ ഷാമ്പൂ ആയിരുന്നു ഓടി വന്നിട്ട് ചുമ്മാ അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീ തുടങ്ങിയോ? വെള്ളം കുടിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നേ. അപ്പോൾ കൊടുത്തേക്കുമായിരുന്നു. കുടിച്ചിട്ട് പോയെന്ന് തോന്നുന്നു. ക്യാമറ അന്നേരം കയ്യിലില്ലായിരുന്നു. കഴിഞ്ഞോ? ലാസ്റ്റ് ടീമാ? എല്ലാവരും കുടിച്ച് കഴിയാൻ വേണ്ടി നോക്കി നിന്നിട്ട് വന്നു. എല്ലാത്തിനും കാല കോട്ടപ്പ് അടിച്ച് എല്ലാം മുറിഞ്ഞിരിക്കും. ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്യാറക്സിൻ്റെ അകത്ത് അടിയിലെങ്ങാണ്ടുണ്ട്. അത് കുത്തി പറിക്കാനായിട്ട് കുറേ നോക്കിയത്. നമ്മൾ രാവിലെ തൊട്ട് നടപ്പ് കഴിഞ്ഞ് പരവേശം എടുത്ത് വരുമല്ലേ?
പച്ചവെള്ളം കിട്ടിയാലും കുടിക്കാം. എത്ര നേരമാണ് കുടിക്കാന്നറിയോ? കാല നിറത്തും തോട്ടപ്പുഴ അപ്പം ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്ന് പിടിപ്പിച്ച ലൈറ്റാ. അതുകൊണ്ട് മൊത്തം എത്ര രൂപയായിരുന്നു? 11. ഇവിടെയൊക്കെ പണി തീരാനുണ്ട്. നേരിട്ട് കാണുമ്പം പടം വരച്ച് വെച്ചേക്കുന്ന ഒരു ഫീലാണ്. ചേട്ടായി വരാറായി. എന്നോട് താഴോട്ടിറങ്ങി ചെല്ലാൻ പറഞ്ഞു. പാലെടുത്തിട്ടില്ല, ഇന്നലെ എടുത്തില്ല. താഴോട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആ സമയത്ത് ഇറങ്ങി വാ, നമുക്ക് ഒരുമിച്ച് കയറി വരാമെന്നൊക്കെ പറഞ്ഞു. ഇന്നാണ് താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരം അളിയൻസ് ഇന്ന് കാണാം. ശാമ്പവി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അളിയൻസ് കാണിച്ച കച്ച കുറവാണ്. ഇന്ന് കുറേ താമസിച്ചു. അവിടെ നിന്ന് വണ്ടി വരാൻ താമസിച്ചിട്ട് ഉറങ്ങാനും താമസിച്ചു. ഇവിടെ മുണ്ടൊക്കെ എത്തിയതും താമസിച്ചു. ഒരുപാട് താമസിച്ചു മട്ടത്തി. നാളെ എങ്ങനെ നോക്കാം, ഇനി നേരമില്ല. ഇന്ന് വന്നിട്ട് ചെയ്യണം നോർത്താ, സമയം പോയി. ഇവിടെ നിൽക്കുന്നൊരു പിശാശ്, പ്രേതം. ഞാനും പറയാൻ വരാം. അയ്യോ,
എലിയൊക്കെ ഓടുന്നു. എലിയൊക്കെ ഓടുന്നു. വാറണ്ടി പേപ്പറും ഒക്കെ ഉണ്ട്. ഒന്നും കളയല്ല അതും. ആ അത് കൊള്ളാലോ. ആണോ? അത്ര വീതിയുള്ളോ? വലിയ ബെഡാന്ന് പറഞ്ഞ ഇത്ര വീതി അടങ്ങി. ഇത് ഡബിളാവും. മടക്കി വെച്ചേക്കാം. കൂട്ടി കൂട്ടി കാറ്റെല്ലാം കാണും. യൂറോഫ്ലെക്സ് മറ്റേ ഉമ്മയല്ല എമ്മ. അത് ഭയങ്കര, അതിന് നല്ല ആടുണ്ട്, നല്ല പരസ്യമുണ്ട്. യൂറോഫ്ലെക്സിന് പരസ്യമില്ലേ നമ്മൾ പറയുന്നത്? യൂറോഫ്ലെക്സ് പണ്ടോട്ടേ ഉള്ളതാണ്. എന്തോ കാണിക്കുന്നത്? എന്തുവാടി കാണിക്കുന്നേ? അത് വൃത്തിയാക്കിയിട്ട് വേണ്ടത് കിടക്കുന്നുണ്ടോ ഇവിടെയൊക്കെ? അതെ, ആ ബ്ലാങ്കറ്റ്സ് ഇല്ലേ, ആ പുറകെ ഇരിക്കുന്ന ആ പിന്നെ ബ്ലാക്ക്, അത് മടക്കി ആ കാൽക്കീഴ വെച്ചാലോ? ഒന്നും വേണ്ടേ, ഇതിവിടെ കറക്റ്റാണ് പറഞ്ഞല്ലോ, ചെറിയ വ്യത്യാസം. ആണോ? ഇട്ടേക്ക് എൻ്റെ പൊന്നോ, തരിപ്പണമാക്കിയല്ലോ നമ്മളെ. പിന്നെ ചുളുങ്ങോ താഴെ കിടക്കുന്നത് പിന്നെ ചുളുങ്ങുള്ളൂ. ഇത് തന്നെയാണോ നമ്മുടെ അകത്ത് കിടക്കുന്നത്? മിക്കവാറും ഒരു കേസ് എന്നാന്നറിയോ, ബെഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യത്തില്ല, അഴുക്കാകത്തില്ല. നമ്മൾ എങ്ങനെ എൻ്റെ മുകളിൽ കിടക്കുന്നു? ഇതിന്റെ കാര്യം ഞാൻ പറയാൻ, ഇത് എയർ ടൈറ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് എയറും വലിച്ചെടുക്കും. എന്നിട്ട് എയർ കയറുമ്പോഴാണ് ഇപ്പം ഇത് നൂലുന്നത്. ഓക്കെ. ഓ ഇപ്പം ഇതുകൊണ്ട് ഇതോ നോക്കുന്നത് കൊള്ളാലോ. ഭയങ്കര പൊക്കമാണ്. ഇവിടെ ചേട്ടാ മാത്രമേ കിടക്കുന്നുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നോക്കൂ, ആ സൈഡാ ചേട്ടാ, ഇതൊന്നും അല്ല. അത് കണ്ടില്ലേ, ഇത് കാണും പരത്തില്ല ഇതാണെന്ന്. ഈ പൊട്ടണ അല്ല പിന്നെ അതെ യൂറോഫ്ലെക്സ് ആദ്യമായിട്ട് കാണുമോ? ആ ഊരിയെടുക്കണമെങ്കിൽ അല്ല കണ്ടിച്ചാലോ അതിനുള്ള സാധനം ഉണ്ടോ ചേട്ടാ? അയ്യോ എൻ്റെ പുതിയത് അമ്മേ, വെയിറ്റ് അല്ലേ? പക്ഷെ അത് അത്രയും വെയിറ്റ് ഇല്ലായിരുന്നല്ലോ അല്ലാതെ വന്നപ്പോൾ. എയർ വെയിറ്റ് അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും ഇഷ്ടമല്ല. കണ്ടാ കഷ്ടിച്ച ജയിച്ചുണ്ട് അതിനൊക്കെ. നീ അങ്ങ് സൂചിച്ച് കിടക്കണ്ട, പറ്റില്ല. ഇത് നമുക്ക് അവിടെ കൊണ്ടിട്ടാലോ, നമ്മുടെ ഓക്കെ ഓക്കെ. പക്ഷെ ഇതിങ്ങോട്ട് ഇങ്ങനെ അടക്കമുള്ള ചേട്ടാ, ഇത് ഇത്രയും കിടപ്പുണ്ട്.
ചേട്ടാ അതിവിടെ സെറ്റാക്കാതെ വെറുതെ എന്നതിനാ. ഓക്കെ അല്ലെന്ന് എനിക്ക് നല്ല ബെഡ് ഇങ്ങനെ കളയുന്ന കണ്ടപ്പോൾ സങ്കടം. എന്നാ പുതിയ ബെഡ്ഷീറ്റ് ഇട്ട്. അയ്യോ ബെഡ് മാത്രമേ ഉള്ളോ? തലേണയില്ലേ? അയ്യേ അത് തലേണയില്ലാത്ത തലേണ അതിനകത്തുണ്ടോ? എൻ്റെ പൊന്ന് സാറേ തലേണയല്ലേ. പില്ലോ 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 ഇല്ലാതെ എങ്ങനെയാ? ഞാൻ അന്നേരം അത് ആലോചിച്ചില്ല കേട്ടോ. ഇത്ര നല്ല ബെഡൊക്കെ മേടിക്കുമ്പം പില്ലോ ഇല്ലായിരിക്കുമോ? അത് നോക്കി വേണ്ട ഓർഡർ ചെയ്യാൻ. അല്ല 2 പില്ലോ നമുക്ക് മേടിക്കാം, വലിയ ഇതില്ല. ആ ചേട്ടായി കിടക്കാൻ ഇതൊക്കെ മതി. അരുൺ കെ മോഹന് കിടക്കാൻ ഇത് മതി ധാരാളം. എവിടെ കുഴിവ്? ഇവിടാണ് ശരിക്കും പൊക്കക്കോളും, അവിടെയാണ് കുഴി വരുന്നത്. ആ അങ്ങനെയാണ് കിടപ്പ്. പക്ഷെ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തോ എനിക്കറിയില്ല. ഇവിടെ ഇടുന്ന കൊള്ളാം, വൃത്തിയായി സൂക്ഷിച്ചോണം. ഇപ്പം ചേട്ടാ ശ്യാമളമ്മ ഇല്ലെങ്കിൽ ഇവിടുന്ന് മാറുമല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്ന് കിടക്കട്ടെ. ഫസ്റ്റ് ഞാൻ കിടന്നാൽ മതി. മതിക്ക് വീട്ടിലെ ഗ്രഹനാഥയാണ് അത്. അയ്യോ ഇതിൻ്റെ മണ്ട എങ്ങനെ കയറും ഇനി? അത് പിടിച്ചേ. ഇതിൻ്റെ മണ്ട എങ്ങനെ കയറും? കയറണമെങ്കിൽ ഏണിന്ന് പറഞ്ഞ സാധനം. ഷോ എൻ്റെ പിള്ളേരൊന്നും കയറത്തില്ല. അമ്മച്ചി ഓക്കെ ഗുഡ് നൈറ്റ്. ഡ്യൂറോഫെക്സിൻ്റെ പരസ്യമാണ്. ഉറക്കം വരും. അങ്ങനെ പുതിയ ബെഡ്. ഇവിടെ കുറേ സാധനം ഏച്ച് കെട്ടിയൊരു സംഭവമായിരുന്നു ഇത്ര നാളും ചെയ്തിരുന്നത്. കുറേ നാളായിട്ട് മാറ്റണമെന്ന് വിചാരിച്ചു. അപ്പം പൈസ വേണ്ടേ? ഇപ്പം പണിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, പിന്നെ സെറ്റാക്കിയേക്കാം.